ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീറ്റ് ആൻഡ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കരിയർ റിലേറ്റഡ് ടോപ്പിക്സ് ഒന്നും അല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഇവിടെ ദുബൈയിൽ പിന്നെ ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നവംബർ 14 ചിൽഡ്രൻസ് ഡേയുടെ അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു 43rd എഡിഷൻ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിവിടെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. സോ ഈ പ്രാവശ്യം നവംബർ 6 മുതൽ 17 വരെ ആയിരുന്നു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ 14 പോയത്. ഇനിയിപ്പം 2-3 ഡേയ്സും കൂടെ ഉള്ളൂ മേള എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ആരൊക്കെ പോയിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, എല്ലാ വർഷവും ഈ ഒരു നവംബറിലാണ് ഇവിടെ ഷാർജ എക്സ്പോ സെൻറ്ററിൽ സംഭവം എന്താ പറയുക നമ്മുടെ ബുക്ക് ഫെയർ ഉണ്ടാവുക. എല്ലാ വർഷവും ഇവിടെ ഉള്ളപ്പോൾ ഒക്കെ പോകാൻ പറ്റാറുണ്ട് എനിക്ക്. അവിടെ പോയി ബുക്സൊക്കെ എടുത്തിട്ട് വരിക ഒരു രസമാണ്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ബുക്സിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്നൊരു ഫീലാണ്. ഭയങ്കര ഒരു ഹാപ്പി ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ ബുക്ക് എന്നുള്ള തീമോട് കൂടിയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ബുക്ക് ഫെയർ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ ബുക്ക്. ദെൻ പിന്നെന്താണ്, നമ്മൾ 14 പോയെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ നമ്മുടെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകമേളയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള സാഹിത്യപ്രേമികൾ വരാറുണ്ട്, വന്ന് ഇതിൽ സംവദിക്കാറുണ്ട്, വായനക്കാരുമായിട്ട് സംവദിക്കാറുണ്ട്. അതുപോലെ തന്നെ ദിവസേന അവിടെ എഴുത്ത് ശില്പശാലകളും കവിതാ വായനകളും പിന്നെ പുസ്തകം ഒപ്പിട്ട് വാങ്ങിക്കാനുള്ള അവസരങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്താ പറയുക, നമ്മളിപ്പോൾ ഓതേഴ്സ് പുതിയ റിലീസസൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. റൈറ്റേഴ്സ് ഫോറത്തിൽ പുതിയ ബുക്സ് റിലീസാവും. അതായത് അവരുടെ ബുക്ക് ഫസ്റ്റ് അവിടെ ആയിരിക്കും അവർ റിലീസാക്കുന്നത്. അങ്ങനെ എല്ലാ വർഷവും ബുക്സുകൾ പുതിയ സാഹിത്യകാരന്മാരുണ്ടാവാറുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ അടുത്തുനിന്ന് ഒപ്പിട്ട് പുതിയ ബുക്സ് കൈയോടെ വാങ്ങിക്കാം. ഒരുപാട് പ്രേക്ഷകർ അല്ലെങ്കിൽ സാഹിത്യപ്രേമികൾ കാത്തിരിക്കുന്ന കാര്യമാണ്, അല്ലെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്വന്തം ഓതേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സൈൻ ചെയ്ത് ആ ബുക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത്. സോ അതിനുള്ളൊരവസരവും ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ 400-ലധികം സാഹിത്യ പരിപാടികൾ ഈ ഒരു 11 ദിവസത്തെ മേളയിൽ ഉണ്ടാവാറുണ്ട്. ഈ വർഷം 400-ലധികം പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. വീക്കെൻഡ്സിലായിരിക്കും പ്രോഗ്രാംസൊക്കെ കൂടുതൽ അവിടെ ഉണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ ഞാൻ പോയ സമയത്ത് അങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നമുക്ക് പോയി ബുക്സ് എല്ലാ സ്റ്റാളുകളിലൂടെയും എത്രയോ രാജ്യങ്ങളുടെ സ്റ്റാളുകളാണ് അവിടെ ഉണ്ടാവുക. നമ്മുടെ മലയാളികളുടെ DC ബുക്സിൻ്റെ വലിയൊരു പുസ്തക ശേഖരം തന്നെ അവിടെയുണ്ട്. അതുപോലെ തന്നെ മൊറോക്കോ, ഈജിപ്റ്റ്, പിന്നെ അറബികളുടെ സംസ്കാരവും അവരുടെ കലകളെ പറ്റിയുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബുക്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനത്തെ ബുക്സുകൾ വാങ്ങിക്കാം. പിന്നെ ഇസ്ലാമിക് ബുക്സ്, അല്ലാതെ റിലീജിയസ് ആയിട്ടുള്ള ബുക്സ്, കിഡ്സിൻ്റെ ബുക്ക് സെക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക അനുഭൂതിയായിട്ടാണ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏത് ടൈപ്പ് ബുക്സ് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ സാഹിത്യത്തോട് താല്പര്യമുള്ള അതിൽ പ്രഗത്ഭരായ ഒരുപാട് വ്യക്തികൾ എല്ലാ വർഷവും പിന്നെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംവദിക്കാനും അവരവരുടെ വായനക്കാരുമായിട്ട് സംവദിക്കാനൊക്കെ സമയം കണ്ടെത്താറുണ്ട് വരുമ്പോൾ. അപ്പോൾ ഓരോ മേഖലകളിലും കഴിവ് തെളിയിച്ചവരാണ് ഇവിടെ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു വേദികളിലൊക്കെ നമ്മൾ അവരുമായിട്ടൊക്കെ സംവദിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയും ഫീലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് അനുഭവിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ബുക്സ് വായിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും മസ്റ്റായിട്ടും വന്ന് കണ്ട് ഒരു ബുക്കെങ്കിലും വാങ്ങി തിരിച്ചു പോകേണ്ടതാണ്. പിന്നെന്താണ്, കുക്കറി ഷോകളൊക്കെ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികളും ഉണ്ടാവാറുണ്ട്. പിന്നെ അപ്പോൾ അതിനുള്ള സ്റ്റോളുകളും സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും എക്സ്പെരിമെൻ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെലിബ്രിറ്റികളൊക്കെ ഇവിടെ വന്ന് പോവാറുണ്ട്. പിന്നെ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ സമയത്താണെങ്കിൽ ഇപ്പോൾ ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തക പ്രകാശനം നടന്നതായിട്ടൊക്കെ നമുക്ക് അതൊരു സ്വപ്ന നസീൽ എന്ന് പറഞ്ഞൊരു +2 പഠിക്കുന്ന കുട്ടിയുടെ ആണെന്ന് തോന്നുന്നു ആ ഒരു പുസ്തക പ്രകാശനത്തെ പറ്റി അറിയുണ്ടായി. അതുപോലെ ഒരുപാട് പുസ്തക പ്രകാശനങ്ങൾ ഈ സമയത്ത് നടക്കാറുണ്ട്. കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും പ്രശസ്തരായ വ്യക്തികൾ ഈ ഒരു മേളയുടെ ഒരു പ്രത്യേക ആകർഷകം
ആകർഷണമാണ്. പുസ്തകത്തെ സ്നേഹിക്കുന്ന വായനയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇവിടെ ഉണ്ടാവുന്നുള്ളത്. സോ അപ്പം ലോകത്തിൽ തന്നെ പല കോണുകളിലുള്ള പ്രശസ്തരായ പ്രസാധകരൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പം പുതിയ എഴുത്തുകാരെ കാണാനും അവരുടെ ബുക്കുകൾ എന്താ പറയുക, അവരുടെ കയ്യൊപ്പോടു കൂടി തന്നെ വാങ്ങിക്കാനും ഉള്ളൊരു പ്രത്യേക അവസരമായിട്ട് എല്ലാവരും ഈ ഒരു അവസരത്തെ വിനിയോഗിക്കുക. പിന്നെ പറയാനുള്ളത് പിന്നെന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളായതുകൊണ്ട് തന്നെ നമുക്ക് പല രാജ്യങ്ങളുടെ പല സംസ്കാരങ്ങളും പല എന്താ പറയുക അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ഏത് രാജ്യത്തിൻ്റെ പുതിയ കാര്യങ്ങൾക്കുള്ള ബുക്സുകളാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. സോ പരമാവധി അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ബുക്കുകൾ വാങ്ങിക്കാവുന്നതാണ്. സെൽഫ് ഹെൽപ്പ് ബുക്സ് ആണെങ്കിലും നോവൽസും ഏത് ജോണറിലുള്ള ബുക്കുകളാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. സോ മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ 400-ലധികം സാഹിത്യ പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ കലാപരിപാടികൾ കാണാൻ ആകർഷകം വീക്കെൻഡ്സിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീക്കെൻഡ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഇപ്പോൾ ഈ ഒരു വീക്കെൻഡ്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം 17 അവസാനിപ്പിക്കുകയാണ്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും വന്ന് പിന്നെ ഈ ഒരു 11 ദിവസത്തെ മേളയിൽ പങ്കെടുക്കാം. അതുപോലെ എന്താണ് വന്ന് നമ്മൾ അറിവ് നേടി നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ബുക്സ് വാങ്ങി തിരിച്ചു പോകാൻ വേണ്ടി പറ്റും. അത് ഏത് പ്രായക്കാർക്കുള്ള ബുക്സ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ചെറിയ മക്കുട്ടികളുടെ ബുക്സ് മുതൽ അവർക്ക് ഒരു ഡെവലപ്മെൻറ്റിനൊക്കെ പറ്റുന്ന ബുക്സ് മുതൽ എല്ലാ ജോണറിലുള്ള ബുക്കുകളും ലഭിക്കുന്നതാണ്. പിന്നെ DC ബുക്സിൻ്റെ നല്ല വലിയൊരു സ്റ്റോൾ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരുവിധം മലയാളം ബുക്സ് എല്ലാം അവൈലബിൾ ആണ്. സെൽഫ് ഹെൽപ്പ് ബുക്സും എല്ലാ ടൈപ്പ് ബുക്സും അവിടെ അവൈലബിൾ ആണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ റിലീജിയസ് ബുക്സ് അവൈലബിൾ ആണ്. സോ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഈ ഒരു മേളയിലേക്ക് പരമാവധി ആൾക്കാർ വന്ന് കാണുക. കാരണം ഇത് എല്ലാ സമയത്തും ഉള്ളതല്ലല്ലോ. എല്ലാ വർഷവും നവംബറിലാണ് ഈ ഒരു മേള ഉണ്ടാവുക. ഈ വർഷം 6th മുതൽ 17th വരെയാണ് നമുക്ക് ആ ഒരു ഡേറ്റ് അലോഡ് ആയിട്ടുള്ളത്. സോ അതിനുള്ളിൽ തന്നെ നിങ്ങൾ വന്ന് സന്ദർശിക്കുക. എന്തായാലും നമ്മുടെ മക്കളൊക്കെ പുസ്തകം വായിച്ച് വളരുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം അവർക്കതിന് നമ്മൾ ബുക്സൊക്കെ വാങ്ങിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് നാളത്തേക്ക് നല്ലൊരു തലമുറ വായനാശീലമുള്ള കുട്ടികളായിട്ട് അവർ വളരട്ടെ. അപ്പോൾ അവർ നമുക്ക് നാളത്തെ തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറുമല്ലോ. സോ എല്ലാവരും വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക, ഈ ഒരു ബുക്ക് ഫെയർ വിസിറ്റ് ചെയ്യുക. സോ ഈ ഒരു നോട്ടോട് കൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.